അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ക്യാഷ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അത്രയും ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വാല്യൂ കൊടുത്തേ പറ്റും. ടോയ്ലറ്റിലൊക്കെ പോയി വാതിലടച്ചിട്ടൊക്കെയാണ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അനിത്ര ജോബിയാണ്. അനിത്ര ജോബി വന്നിരിക്കുന്നത് സൗദിയിൽ നിന്നാണ്. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പുസ്തക പ്രകാശനത്തിനുമാണ് എത്തിയത്. അപ്പം നമസ്കാരം. താങ്ക് യു സർ. ഈ സൗദിയിലെത്തിയിട്ട് എത്ര വർഷമായി? സൗദിയിൽ 3 വർഷമാവുന്നു. ഓക്കെ. ഈ ബുക്ക് ഫെയറിൽ വരണമെന്ന് എന്തുകൊണ്ട് തോന്നി? ബുക്ക് ഫെയർ ആക്ച്വലി എഴുത്ത് തന്നെ പാഷനായിരുന്നു. അപ്പോൾ എന്തെങ്കിലും എൻ്റെതായ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നൊരു ഇതിൽ കണ്ടെത്തലില് ആദ്യത്തെ ബുക്ക് സറഗസി ആയിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 6-ാം തീയതി ഷാർജയിൽ വെച്ച് പബ്ലിഷ് ചെയ്തിട്ട് വായനപ്പുര പബ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ആ പോൾസൺ സാറാണ് പറഞ്ഞത്, നിനക്ക് നാട്ടിൽ നിന്നാണോ ഷാർജയിൽ നിന്ന് ചെയ്യാൻ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഇതിൽ പെട്ടെന്ന് ലീവ് സൗകര്യാർത്ഥം എനിക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അതൊരു പുതിയ ഇതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഫസ്റ്റൊക്കെ എനിക്ക് ഷാർജയിൽ ചെയ്യുക എന്ന് വെച്ചാൽ എനിക്ക് പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞു നമുക്ക് ചെയ്യാം. അങ്ങനെ സാറിൻ്റെ റെക്കമെൻഡേഷനിൽ ഷാർജയിൽ വന്നു ചെയ്തു ഫസ്റ്റ് ബുക്ക്. അപ്പോൾ വളരെ സന്തോഷമായി. ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരിതാണ്. കാരണം ഒരുപാട് മലയാളികൾ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരും ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലേക്ക് പുസ്തക പ്രകാശനത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പുസ്തക പ്രകാശനം ചെയ്യാൻ പറ്റിയത് മഹാഭാഗ്യമാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുസ്തകം എവിടെയായിരുന്നു? രണ്ടാമത്തെ പുസ്തകം നാട്ടിൽ തന്നെയായിരുന്നു. ജസ്റ്റ് എനിക്ക് പോകാൻ സാധിച്ചില്ല, ഡ്യൂട്ടി ലീവ് കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ തന്നെയായിരുന്നു. അതൊരു വേനൽ മഴ കഥാസമാഹാരമായിരുന്നു, കേസിര പബ്ലിക്കേഷൻ. ഇപ്രാവശ്യം വന്നത് എന്തുമായിരുന്നു? ഈ പ്രാവശ്യം പെണ്ണിലം പബ്ലിക്കേഷൻ വഴി 101 പെണ്ണെഴുത്തുകാരുടെ ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അപ്പം സ്ത്രീകൾക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു പബ്ലിക്കേഷൻ ആയതുകൊണ്ട് അപ്പം നോവൽ എഴുതണം എന്ന് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. എഴുത്തിലൊരു കഥാകൃത്ത് എന്ന രീതിയിൽ നിന്ന് നോവലിസ്റ്റ് എന്നൊരു സ്റ്റേജിലേക്ക് കടക്കണം എന്നത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ചാൻസ് കിട്ടുമ്പോൾ പെണ്ണില്ലത്തിലെ രാജീവ് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് ഒരു നോവൽ എഴുതി അവർക്ക് സബ്മിറ്റ് ചെയ്തു. അവരത് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഷാർജ പബ്ലിക്കേഷനിലേക്ക് എത്തിയത്. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള സൗഹൃദങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ആ ഒഴുക്കിൽ സൗദിയിൽ നിന്ന് എത്താൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം അല്ലേ? നമ്മൾ ഓരോ പുസ്തകങ്ങൾ എഴുതുമ്പോഴും അത് പബ്ലിഷ് ചെയ്യുമ്പോഴും അടുത്തെന്താണ് മനസ്സിൽ വരുന്നത്? പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എഴുത്ത് എൻ്റെ പാഷനാണ്. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ബുക്ക് വായിക്കാൻ ആൾക്കാർ ഉണ്ടാവുക എന്നത് വളരെ സന്തോഷമാണ്. കൂടാതെ ഒരുപാട് എഴുത്തുകാരെ എന്നെക്കാളും, ഞാനൊക്കെ എഴുത്തിലേക്ക് വന്ന ആളാണ്, എന്നെക്കാളും ഒരുപാട് ഫേമസ് ആയ എഴുതി തഴമ്പിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അവരെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പം എഴുതിക്കൊണ്ടിരിക്കുക, ആ ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നത് ആ ഷാർജ ഫെസ്റ്റിവലിൽ. അപ്പം ഓരോ വർഷവും, കഴിഞ്ഞ വർഷം ഷാർജയിൽ വന്നു, ഈ വർഷം വരുന്നു. ഈ ഓരോ വരവിലും നമുക്ക് പുതിയ കുറേ സൗഹൃദങ്ങൾ കിട്ടും അല്ലേ? ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് അല്ലേ? നമുക്ക് കാരണം നമ്മളറിയാത്ത, നമ്മൾ പലരും ചിലപ്പം ഫേസ്ബുക്കിലൂടെ നമ്മൾ ഒരു എഴുത്തുകാരിയാണെന്ന് കണ്ടിട്ട് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഇതുപോലെ ബുക്ക് ഫെയറിൽ വെച്ചിട്ടായിരിക്കും ആ സൗഹൃദങ്ങൾ നമ്മൾ നീണ്ടുപോകുന്നത്. അത് ബുക്ക് ഫെയറിന്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. ബുക്ക് ഫെയറിന്റെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ സാറ് പറഞ്ഞല്ലോ ഫേസ്ബുക്ക് എന്ന സോഷ്യൽ മീഡിയ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഫെസിലിറ്റി തന്നെയാണ്. പഴയ എഴുത്തുകാരെ അപേക്ഷിച്ച് ഇന്നത്തെ എഴുത്തുകാർ അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ആണ്. അപ്പം ഇതുപോലുള്ള സൗഹൃദങ്ങൾ ഇത് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അല്ല. പറഞ്ഞല്ലോ, ഒരുപാട് എഴുത്തായാലും വായനയായാലും പല രീതിയിലും കഴിവുകളുള്ള, അതിൽ എഫേർട്ട് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തുക, അവർ നമ്മളോട് വന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ അവരുടെ കോണ്ടാക്ട് വാങ്ങുക, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക. ആ ഒരു നമുക്ക് പറയല്ലോ, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ടാവും. ഓക്കെ, പക്ഷെ ഇതുപോലുള്ള അർത്ഥവത്തായ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞത് ഇതുപോലെയൊക്കെ തന്നെയാണ്. അവരുടെ മോട്ടിവേഷൻ, അവരുടെ എഴുത്തിന്റെ വഴികൾ, അതൊക്കെയാണ് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം 3 കഥയായി, പിന്നെ നോവലായി, പിന്നെ മറ്റേതായിരുന്നു
2 കഥാസമാഹാരമായിരുന്നു. 2 കഥാസമാഹാരം. ഓക്കെ. അപ്പൊ ഈ 3 എണ്ണമാണ് ഇപ്പൊ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെ. ഇനി അടുത്ത വർഷം വരുമ്പോൾ എന്തായിരിക്കും? അടുത്ത വർഷം തീർച്ചയായും നല്ലൊരു നോവല്, അതും എന്താ പറയാ, നല്ല എന്തെങ്കിലും ഒരു മെസ്സേജ് ആൾക്കാരിലേക്ക്, വായനക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ലൊരു നോവല് സബ്മിറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ. പിന്നെ നാട്ടിൽ ആരൊക്കെയാ ഉള്ളത്? നാട്ടില് അച്ഛനമ്മ, 2 അനിയത്തിമാരുണ്ട്, ഒരു അനിയൻ. അനിയനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അനിയൻ ആർട്ടിസ്റ്റ് ആണല്ലേ? അവൻ ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കും. എന്താണ് പുള്ളിയുടെ ചിത്രങ്ങൾ? പലരും വരയ്ക്കും. എന്താണ് അവന്റെ ഒരു സ്പെഷ്യാലിറ്റി? അവൻ എന്ന് പറയുമ്പോൾ ഇപ്പം അവനെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മളിപ്പോ മുമ്പില് ഇപ്പം എന്താ പറയാ, ജീവനുള്ള എന്തിനെ അവൻ വരയ്ക്കും എന്നൊരു ഇതാണ്. ഇപ്പം സാറിനാണെങ്കിൽ എവിടെ നിന്നാല് അവൻ വരയ്ക്കും. ആ ഒരു കഴിവുള്ള ആളാണ് അവൻ. തീർച്ചയായും നമുക്കൊരു ദിവസം അവനെയും കാണാം. അതെ അതെ, താങ്ക് യു. ഈ സൗദിയിൽ നേഴ്സായിട്ട് വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്? ആക്ച്വലി ഞാനൊരു GNM നേഴ്സാണ്, ജനറൽ നേഴ്സിംഗ് ആണ്. അപ്പോൾ പൊതുവേ ഉള്ള എനിക്ക് പണ്ടേ പഠിക്കുന്ന സമയത്ത് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും അബ്രോഡ് പോവുക, സെറ്റിൽഡ് ആവുക. അപ്പം ഈ നേഴ്സിംഗ് പഠിച്ചത് തന്നെ അതും ഒരു സ്റ്റോറി തന്നെയാണ്. കാരണം അധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അപ്പം അമ്മ വീട്ടുജോലിക്ക് പോകുന്ന എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മോളി ജോസഫ് എന്ന് പറഞ്ഞിട്ട്. പള്ളിക്കര സെന്റ് ആൻസിൽ നീലേശ്വരം പള്ളിക്കര സെന്റ് ആൻസിൽ പഠിപ്പിച്ച ടീച്ചറാണ്. ആ ടീച്ചർ വീട്ടിൽ ഞാനും ജസ്റ്റ് ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനും വീട്ടുജോലിക്ക് +2 കഴിഞ്ഞിട്ട് പോകുമായിരുന്നു. അപ്പം എൻ്റെ ആ ഒരു കുട്ടിക്കാലത്തിലെ ആ +2 കഴിഞ്ഞ സ്റ്റേജിലുള്ള ഒരാൾ വെറുതെ വീട്ടുജോലിക്ക് നിൽക്കേണ്ടതല്ല എന്ന തോട്ടിൽ ടീച്ചറും ടീച്ചറിൻ്റെ അനിയന്മാരൊക്കെ എടുത്ത ഡിസിഷനായിരുന്നു എൻ്റെ നേഴ്സിംഗ് പഠനം. ഞാൻ ടീച്ചറിനാണെങ്കിൽ എന്നെ അറിയാം, ഞാൻ എന്താണെന്നാണ്. ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, 5, 6, 7 ക്ലാസ്സിലെ ടീച്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആവറേജ് എന്ന് പറയുമ്പോൾ ആവറേജിലും താഴെ ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ആ ഒരു ഇതിൽ ഞാൻ ഇത്രത്തോളം എത്തിപ്പെടാൻ കാരണക്കാരി ആ ടീച്ചറാണെന്ന്, ഒന്ന് എൻ്റെ അമ്മ ത്രൂ ആണ് ടീച്ചർ. അപ്പം ടീച്ചർ തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഉറപ്പായിട്ടും. കാരണം ടീച്ചറിനറിയാം വാട്ട് അബൌട്ട് മീ. പക്ഷേ ടീച്ചറിന് ഒരു കോൺഫിഡൻറ്റ്, അവരുടെ ക്യാഷ് കളയുക, അതും നഴ്സിംഗ് പ്രൈവറ്റ്. എനിക്കാണെങ്കിൽ +2 മാർക്ക് കുറവായിരുന്നു, പക്ഷെ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് തന്ന് എനിക്ക് പറയുമ്പോൾ എന്താ പറയുക, കണ്ണു നിറയുന്നു. കാരണം അഡ്മിഷൻ എടുത്ത് തന്ന് പഠിക്കാൻ എന്താ മോട്ടിവേഷൻ ചെയ്യുക. ടീച്ചറിന് ഉറപ്പായിരുന്നു, ടീച്ചറിന് യാതൊരു എക്സ്പെക്റ്റേഷൻ എന്നില്ലായിരുന്നു. പക്ഷേ എനിക്കും പേടിയായിരുന്നു, കാരണം ഇംഗ്ലീഷ് ആയിരുന്നു പഠിക്കേണ്ടത്. GNM ആണെങ്കിലും എല്ലാവരുടെയും പൊതുവെയുള്ള കോൺസെപ്റ്റ് ഉണ്ട് GNM-ൽ എന്തോന്ന് പഠിക്കാൻ. പക്ഷെ GNM ആണെങ്കിലും പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. കേസ് സ്റ്റഡി, പ്രസന്റേഷൻ, ഫയൽ വർക്കിംഗ്, മൊത്തം ഇംഗ്ലീഷ് ആയിരുന്നു. ഒരു 6 മന്ത് എനിക്ക് നല്ല ഡിഫിക്കൽട്ടായിരുന്നു ജോയിൻ ചെയ്ത സമയത്ത്. അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മേനേക്കാളും എനിക്ക് ഓർമ്മ വന്ന് ടീച്ചർ എനിക്ക് വേണ്ടി മുടക്കിയ ലക്ഷ്യങ്ങളൊക്കെയാണ്. അവരുടെ മക്കൾക്ക് വേണ്ടി, അവരൊക്കെ ഫിനാൻഷ്യലി അവർ വെൽ സ്റ്റേബിൾ ആണ്, എന്നാലും അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ക്യാഷ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അത്രയും ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വാല്യൂ കൊടുത്തേ പറ്റും. ശരിയല്ലേ? അപ്പോൾ പിന്നെ ഞാൻ ആ 6 മാസം ഹാർഡ് വർക്ക് ചെയ്തു, ഉറങ്ങിയില്ല, ഉറക്കമില്ലാതെ. പക്ഷെ ഞാനത് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. സപ്ലൈ അടിച്ചിട്ടുണ്ട്, സപ്ലൈ അടിച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിലൊരു വാശി ഉണ്ടായിരുന്നു. ബാച്ച് ഔട്ട് ആയി പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, കോഴ്സ് കംപ്ലീറ്റേഷൻ സർട്ടിഫിക്കറ്റ്. അതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്. കാരണം അവർ ഇന്ന് വരെ എൻ്റെ അടുത്ത് ആ ക്യാഷ് തിരിച്ച് ചോദിച്ചില്ല. അത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്, അവരുടെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതെന്തായാലും ഞാൻ അച്ചീവ് ചെയ്തു. തേജസ്വിനിന്ന് വർക്ക് ചെയ്തു. പിന്നെയാണ് അബ്രോഡ് വരണമെന്ന് ആഗ്രഹം. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അബ്രോഡ് GNM നേഴ്സാണ്, എടുക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനൊക്കെ ഇത് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ മാരീഡാണ്, ഹസ്ബൻഡിനൊന്നും ഇത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ നമുക്കൊരു ഡ്രീം ഉണ്ടല്ലോ, നമ്മൾ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കണം, പക്ഷെ നമ്മുടെ ഡ്രീമിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക എന്നതാണല്ലോ നമ്മുടെ ഒരു ഗോള്, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പം എൻ്റെ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫ് സ്റ്റോറി ഇങ്ങനെയാണ്. അപ്പോൾ ആ ടീച്ചർ എത്ര ചെയ്യുമ്പോൾ ഞാനൊരു ലോ ലെവലിൽ നിൽക്കുന്നത് ശരിയല്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്. ഡ്യൂട്ടി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഡ്യൂട്ടീൻ്റെ ഇടയ്ക്കൊക്കെയാണ് അതിനകത്ത് കുറച്ച് ജൂനിയർ പിള്ളേരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റിലൊക്കെ പോയി
പോയി വാതിലടച്ചിട്ടൊക്കെയാണ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, പ്രോമെട്രിക് എക്സാമിനൊക്കെ. അങ്ങനെ പിന്നെ എയിംന എന്നിട്ട് നേഴ്സിംഗ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരിലൂടെ എനിക്കൊരു സൗദിയിലെ ഒരു ബ്രദറിനെ കണ്ടുമുട്ടി. നേഴ്സാണ് അവര്, മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിക്കാരനാണ് എനിക്ക് എൻ്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്തു തന്ന് ഇവിടെ വരെ എത്തിയത്. അതുവരെ എനിക്കിതൊക്കെ പറ്റുമോ എന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ അപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് കയറി വന്ന ആളാണ്, ആരോടും പെർമിഷൻ ചോദിച്ചില്ല. വിസ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ഡ്രീം സക്സസ് ആയതിൻ്റെ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, അതിലിങ്ങോട്ട് വന്നു. അപ്പം ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ അവരെ സ്റ്റോറിയൊക്കെയാണ് ഓർമ്മ വന്നത് അങ്ങനെയാവുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം 3 വർഷമാവുന്നു, നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, എഴുത്തുകാരിയായി, അങ്ങനെയൊക്കെയാണ് പോകുന്നു. സന്തോഷം. സൗദിയിലേക്ക് എത്തിയ കഥ കേട്ടപ്പോൾ ശരിക്കും എനിക്കൊരു വിഷമം തോന്നി, ആ കഥ പറഞ്ഞു വന്ന രീതിയിൽ. ഏതായാലും ആ ടീച്ചറിനും കുടുംബത്തിനും ഒരുപാട് നന്ദി നമ്മളും പറയുകയാണ്. കാരണം ഇതുപോലുള്ള നല്ല മനസ്സുകളാണ് പലരുടെയും ജീവിതങ്ങളെ മാറ്റിമറിയിക്കുന്നത്. അപ്പോൾ സൗദിയിലെത്തി, സൗദിയിൽ ഇപ്പോൾ 3 വർഷമാവുന്നു. സൗദിയിൽ നിൽക്കുമ്പോഴും വീണ്ടും പഠിക്കുകയാണോ? ഞാനിപ്പം പോസ്റ്റ് BSc ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പം ആഗ്രഹങ്ങൾ വീണ്ടും മാറ്റി നിർത്തുന്നില്ല, വീണ്ടും ആഗ്രഹങ്ങളിലോട്ട് തന്നെ ചവിട്ടിക്കയറാനുള്ള ലക്ഷ്യമാണ് അല്ലേ? മറ്റ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അതിനുവേണ്ടി നോക്കുകയാണ്. അതെ, ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം UK പോയി സെറ്റിൽഡ് ആവുക എന്നതാണ് എൻ്റെ ഡ്രീം. എന്തെങ്കിലും അതും സാധിച്ചെടുക്കും. കാരണം ഇത്രയും ലോ ലെവലിൽ നിന്ന ഒരാളെ ഇത്രത്തോളം എത്തിപ്പെടുക എന്ന് വെച്ചാൽ അത് നമ്മൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ അല്ല, നമുക്ക് എത്ര സ്കോർ കിട്ടി എന്നതിലല്ല കാര്യം. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യുക, ഒരു കോൺഫിഡൻറ്റ്, അതിൽ കൂടുതലൊന്നും നമുക്ക് ഏൺ ചെയ്യേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്താണ് അഗാധമായി ആഗ്രഹിച്ചാൽ നമ്മൾ അവിടെ എത്തും എന്ന് പറഞ്ഞത് സത്യമാണ്. അതെ, നമ്മളായിട്ട് ജീവിക്കുക. അതെ, ഓക്കെ. ഈ എഴുത്തിലേക്ക് എങ്ങനെയാണ് ആദ്യമായി എത്തിപ്പെടുന്നത്? എഴുത്തിലേക്ക് എത്തിപ്പെടുന്നത്, ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു പഠിക്കുന്ന സമയത്ത് തന്നെ. ഞാൻ വെച്ചാൽ 4ാം ക്ലാസ് വരെ തമിഴ്നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിൽ പഠിച്ചു വളർന്ന, എൻ്റെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ തമിഴാണ്. തമിഴ്നാട്ടിൽ പഠിച്ചു വളർന്ന കുട്ടിയാണ്. അച്ഛൻ്റെ ജോലി ആവശ്യാർത്ഥം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ അമ്മക്ക് നാട് ഇഷ്ടപ്പെട്ടു, അമ്മേൻ്റെ നാടിനേക്കാളും കേരളം ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ സെറ്റിൽഡായി. ഞങ്ങളുടെ പള്ളിയും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് തമിഴിലായിരുന്നു, അത് മലയാളത്തിലേക്ക് മാറ്റാൻ. അമ്മ എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു പവറാണ്. അമ്മയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക, അമ്മയും മോളി ടീച്ചറുമാണ്. അമ്മ വന്ന് ഒരാൾക്കാരെയും വെറുതെ ഇരുന്നില്ല, ഒരാൾക്കാരെയും കണ്ടുമുട്ടി ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു. അപ്പം പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് അച്ഛനിപ്പം കഴിഞ്ഞ ജൂലൈയിൽ മരിച്ചുപോയി, നല്ലൊരു സങ്കടമുണ്ട്. കുഞ്ഞു സ്റ്റോറി ബുക്കൊക്കെ വാങ്ങി തന്ന് വായിക്കാൻ പ്രചോദനം തന്നത് അച്ഛൻ. അതായിരുന്നു ആദ്യ സ്റ്റെപ്പ്. അപ്പോഴും ഞാൻ ഡ്രീം ചെയ്തില്ല എഴുത്തിലേക്ക് വരും, എഴുതണമെന്ന്. പിന്നീട് എൻ്റെ നേഴ്സിംഗ് പഠനം വരെ ഇവിടെയായിരുന്നു, കേരളത്തിൽ തന്നെയായിരുന്നു. അപ്പം പഠിക്കുന്ന സമയത്ത് സ്കൂളിലും പള്ളിയിലൊക്കെ ഞാൻ സ്റ്റോറി അത്യാവശ്യം എഴുതും. പിന്നെ സ്കൂൾ മാഗസിനിൽ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചില്ല എഴുതണം എന്നൊരു ചിന്തയില്ല, പക്ഷെ നന്നായിട്ട് വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, വായിക്കും നന്നായിട്ട്. ഒരു ജോസഫ് സാർ, മലയാളത്തിലെ ഒരു ജോസഫ് സാർ ഉണ്ടായിരുന്നു, സാറായിരുന്നു എനിക്ക് ബുക്കുകൾ തന്ന് വായിക്കാനുള്ള ഒരു പ്രചോദനം. പിന്നീട് ഞാൻ നേഴ്സിങ്ങിന് പോയ പിന്നെ ആ ഒരു പരിപാടി അങ്ങ് ഉപേക്ഷിച്ച് തൽക്കാലത്തേക്ക് നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം എനിക്ക് ദമാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രദറുണ്ട്, ഡേവിഡ് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ എയിംന ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയതാണ്. ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു ഇതിൽ കണക്ഷൻ ചെയ്തതാണ് ഞാൻ. അപ്പോൾ പുള്ളിക്കാരൻ യാദൃച്ഛികമായിട്ട് എൻ്റെ FBയിൽ ഒരു സ്റ്റോറി കണ്ടിട്ട് പറഞ്ഞു, നല്ല സ്റ്റോറിയാണല്ലോ. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടോ നീ ഒരു ബുക്ക് എഴുതണം ഇതുപോലെ. അപ്പം ഞാൻ സൗദി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ദിവസം നിൻ്റെ ഒരു ബുക്കും കൂടി എനിക്ക് ഇതുപോലെ കാണണം. ഒരാൾ ബുക്ക് എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഒരു ബുക്കും കൂടി എനിക്ക് ഇതുപോലെ കാണണം എന്ന് പറഞ്ഞു. മേ ബി അപ്പോഴും ഞാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്നതായിരുന്നു എനിക്ക് ഡൗട്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഓക്കെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്യാം. പക്ഷെ ഇത്രത്തോളം ഒരു 3 ബുക്കിലേക്ക്, അത് 3ാമത്തെ ഒരു നോവലിലേക്ക് എത്തിപ്പെടുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ആ പുള്ളിക്ക് തന്നെയാണ്, ഡേവിഡ് സാറിന് തന്നെയാണ് കൊടുക്കാൻ, ഡേവിഡ് ബ്രദറിന് തന്നെയാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അത് വലിയൊരു, കാരണം നമുക്ക് ആരെങ്കിലുമൊക്കെ പ്രചോദനമായാൽ മാത്രമേ
ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഓരോ കാര്യത്തിനും കൃത്യമായി ഓരോരുത്തരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം സൗദിയിൽ നിന്ന് ഇവിടെ വരികയും നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുകയും ചെയ്തതിൽ നന്ദി, നമസ്കാരം. അവർ TV 24/7 ചാനലിലെ ഇന്റർവ്യൂ പ്ലാറ്റ്ഫോമിൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച ഷാജി സാറിനും പിന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ ക്യാമറമാനും എൻ്റെ താങ്ക്സ്. താങ്ക് യു.